ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം സരയൂ നദി പോൽ തിരയിടുമാത്മാവിൽ ശ്രീരാമനാമം ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി കാണാക്കണം അകതാരിതിൽ ഓംകാരധ്വനിയായി അനശ്വര പൊരുളായി രാമായണം അകതാരിതിൽ കവിമുനിയോദിയോ വനമലർ കേട്ടുവോ കിളിമകൾ പാടിയോ നിളയതോ ചൊല്ലിയോ സീതാ കാവ്യം ശുഭകീർത്തനത്തിലുണരുകയായി ശ്രീരാമനാമം ജപസാരസാഗരം ശ്രീപാദപദ്മം ജനിമോക്ഷദായകം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർക്കിടകമാണല്ലേ, രാമായണ മാസത്തിൻ്റെ ആരംഭമാണ്, ആദ്യത്തെ ദിവസമാണ്. അപ്പോൾ ഭഗവാനെ പാട്ട് പാടിത്തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. ഞാനിന്ന് ടാരോ എടുക്കുന്നില്ല, നമുക്ക് കുറച്ച് സത്സംഗം ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് ഞാൻ ആരാണ്, അല്ലേ, എൻ്റെ ഐഡൻറ്റിറ്റി എന്താണ്, ഞാൻ ആരാണ്, എന്താണ് എന്നൊക്കെ അറിയണം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ? പറയണം എന്ന് എൻ്റെ ഉള്ളിലൊരാഗ്രഹമുണ്ട്, ഞാൻ ആരാണ്, എന്താണ്. അപ്പോൾ ഞാൻ എന്നെപ്പറ്റി പറയാം. എൻ്റെ പേര് നീതു മേനോൻ എന്നാണ്. എന്നെ വീട്ടിൽ വിളിക്കുന്നത് അച്ചു എന്നാണ്. ഞാൻ 10 വരെ പഠിച്ചത് നാട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് +2 ഡിഗ്രി, പിന്നെ അറൗണ്ട് ഒരു 9 to 10 ഇയേഴ്സ് ഞാൻ ബോംബെയിലുണ്ടായിരുന്നു, ബോംബെ ഡോംബിവലിയിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ടീനേജ് എല്ലാം ഒരു നല്ലൊരു ഗ്യാപ്പ് പോയത് ബോംബെയിലാണ് കേട്ടോ. നാട്ടിൽ എറണാകുളമാണ്. അപ്പോൾ അമ്മമ്മയുടെ കൂടെ, എൻ്റെ അമ്മയുടെ കൂടെയാണ് ഞാൻ 10ാം ക്ലാസ് വരെ ജീവിച്ചത്. എൻ്റെ കുഞ്ഞിലേ തൊട്ട് അമ്മൂമ്മയാണ് എന്നെ എടുത്ത് വളർത്തിയത്. അത് കഴിഞ്ഞിട്ട് ബോംബെക്ക് പോയി, അവിടുന്ന് മാരേജ് കഴിഞ്ഞു, അവിടെ കുറച്ച് നാൾ നിന്നു. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ വന്നു. അതിൻ്റെ ഇടയ്ക്ക് തമിഴ്നാട് പോയി, കുറച്ച് നാൾ തമിഴ്നാട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവസാനം കറങ്ങി തിരിഞ്ഞ് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് അങ്കമാലിയിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ഉൾഗ്രാമമാണ്. സിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മമ്മയുടെ വീട് എറണാകുളമാണ്, പിന്നെ പോയത് ബോംബെയിലാണ്. അപ്പോൾ ഇതെല്ലാം ബാംഗ്ലൂർ, ചെന്നൈ, ഇതെല്ലാം സിറ്റിയാണല്ലേ. പക്ഷേ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു ഗ്രാമത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ, ഈ തുളസിക്കതിർ, സെറ്റ് മുണ്ടും നേരിയത്, ചന്ദനക്കുറിയൊക്കെ തൊട്ടിട്ട് ആ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു ഉള്ളിൽ. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നു വീട് വയ്ക്കുമ്പോൾ ഒരു ഗ്രാമപ്രദേശം, ഒന്ന് ഒതുങ്ങിയ, ഒച്ചപ്പാടും ബഹളമൊന്നും ഇല്ലാത്ത, പച്ചപ്പും ഹരിതാഭയൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് തന്നെ വീട് വയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഞാനിവിടെ അങ്കമാലിയിൽ വന്നു. ഞങ്ങളിവിടെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 3 വർഷമായി കേട്ടോ. അപ്പോൾ വിചാരിച്ചോളാം, എൻ്റെ ഉള്ളിൽ എപ്പോഴും ഒരു സ്പിരിച്വലായിട്ടുള്ള ഒരു പേഴ്സൺ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെന്ന് എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹം ഒരു പാട്ടുകാരി ആവണമെന്നായിരുന്നു. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം. എൻ്റെ അമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കര ക്രേസായിരുന്നു. എന്നെ എല്ലാ പ്രോഗ്രാമിനും കൊണ്ടുപോവുക എൻ്റെ അമ്മൂമ്മയായിരുന്നു. സ്കൂളിൽ താരമായിരുന്നു, എല്ലാവർക്കും എന്നെ അറിയാം. ഒരു ബോക്സ് അല്ല, ഒരു സ്യൂട്ട് കേസ് നിറച്ച സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് കിട്ടിയ മാപ്പിളപ്പാടിനാണ്. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക് മ്യൂസിക്, തിരുവാതിരക്കളി, ഒപ്പന, അതിലൊക്കെ സ്കൂളിലെ താരമായിരുന്നു ഞാൻ. 10 അങ്ങനെ പോയി.
+2 ബോംബെ പോയി. അതിന് എൻറ്റയർലി ടോട്ടലി ഡിഫറെൻറ്റ് ലൈഫ്. ലാംഗ്വേജ് പ്രശ്നം, ലാംഗ്വേജ് അറിയില്ല, അവിടെ മറാഠിയാണ്, മറാഠി അറിയില്ല. എന്നെ കുറേ പേര് ചീത്തക്ക് വിളിക്കും, ഞാനെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കും. കോളേജിൽ പോകും, അവിടെ പഠിപ്പിക്കും, എനിക്കൊന്നും മനസ്സിലാവില്ല, ഒരു മാതിരി കിളി പോയ അവസ്ഥയായിരുന്നു. 1 ഇയർ എടുത്തു എനിക്ക് ഹിന്ദി പഠിക്കാൻ. ഇപ്പം ഹിന്ദി വായിൽ വരുന്നുള്ളൂ. ഇപ്പം മലയാളം പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടങ് ട്വിസ്റ്റർ ആയി പോകുന്നത് അതുകൊണ്ടാണ്. എനിക്ക് കൂടുതലും ഞാൻ ഹിന്ദിയാണ് സത്സംഗമായാലും എന്തായാലും കേൾക്കുന്നതും. ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം കുറച്ച് വർഷങ്ങളായിട്ട് ഇപ്പോൾ നാട്ടിലുള്ളത് കൊണ്ടാണ് മലയാളം സംസാരിക്കുന്നത്. മാരേജ് കഴിഞ്ഞിട്ടും ഹിന്ദി തന്നെയായിരുന്നു വീട്ടിൽ. അപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫ് പോയിക്കൊണ്ടിരുന്നിരുന്നത്. അത്യാവശ്യം ചാടിത്തുള്ളിയെ കിടക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടർ തന്നെയാണ്. എൻ്റെ യൂട്യൂബിൻ്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ തന്നെ അത് ഇഷ്ടംപോലെ ഷോർട്സ് ഉണ്ടാവും, റീൽസൊക്കെ എടുത്ത് ഞാനും എൻ്റെ മോളൊക്കെ ആയിട്ട്. അപ്പോൾ മോളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, എനിക്ക് 2 കുട്ടികളുണ്ട്. മൂത്ത മോൻ BSc ഫസ്റ്റ് ഇയർ പഠിക്കുന്നു, BSc നഴ്സിംഗ് ബാംഗ്ലൂരിൽ. മോള് 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. അപ്പോൾ ഞാനൊരു ചെറിയ കുട്ടിയല്ല, കാണാനുള്ള ചെറുത്. അത്യാവശ്യം പ്രായമുണ്ട്. ഐ ആം അറൗണ്ട് 40. അതും പറയാമല്ലോ, എനിക്ക് പ്രായം പറഞ്ഞതിന് പ്രശ്നമൊന്നുമില്ല. എനിക്ക് 40 വയസ്സുണ്ട് കേട്ടോ. 86 ഉണ്ടായത്, അപ്പോൾ 40 ആയില്ലേ. 39 റണ്ണിങ്ങാണ്, 40 ആവാൻ പോകുന്നു. അങ്ങനെ ഇരിക്കുന്നു എൻ്റെ പേഴ്സണൽ ലൈഫ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം റീൽസൊക്കെ എടുത്ത് നടക്കുന്നതായിരുന്നു. എൻറ്റയർലി എൻ്റെ ഡിഫറെൻ്റ് ആയത്, ഞാൻ വേറൊരു വ്യക്തിയായി മാറിയത് പ്രയാഗ്രാജിലെ മഹാകുംഭമേള 2 വർഷം മുമ്പ് നടന്ന മഹാകുംഭമേളയാണ് എന്നെ സ്പിരിച്വലി എൻറ്റയർലി ഒരു ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വരുത്തിയ ഒരു ഇൻസിഡൻ്റാണ് പ്രയാഗ്രാജ്. ഒരു മിറാക്കിൾ പോലെയാണ് ഞാനവിടെ എത്തിപ്പെട്ടതും. ഞാനും എൻ്റെ ചിറ്റിയും, ഞങ്ങൾ 2 പേരുമാണ് പോയത് പ്രയാഗ്രാജിൽ. അവിടെ വെച്ചിട്ട് ആർക്കും കാണാൻ പറ്റാത്ത ഒരു അത്ഭുതം എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് ഞാൻ കണ്ടു. ആർക്കും കാണാൻ പറ്റാത്തെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നടന്നിട്ടുണ്ടാകും. കുറച്ച് പേരൊക്കെ അതിന് ശേഷം ഞാൻ വന്ന വീഡിയോസിലൊക്കെ ഞാൻ കണ്ടു, കുറച്ച് പേര് അങ്ങനെ കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു സംഭവം എൻ്റെ ഉള്ളിൽ വരുത്തിയ ഒരു മാറ്റം എന്ന് പറയുന്നത് അത് നിസ്സാരമല്ല. അതിനുശേഷം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സീക്കർ ഉണരാൻ തുടങ്ങി. എന്താണിത് സംഭവം? എന്താണ് സ്പിരിച്വാലിറ്റി? ദൈവം എന്ന് പറയുന്നത് ഉണ്ടോ? എന്താണ് ദൈവം? എവിടെയാണ് ദൈവം? ദൈവം എങ്ങനെയായിരിക്കുക? ഏത് ഭാഷയാണ് പറയുക? എന്തുകൊണ്ടാണ് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ഇത്ര ബുദ്ധിമുട്ട്? എവിടെയാണ് ദൈവം? എന്താണ് ദൈവം? അങ്ങനെ ഒരു തെരച്ചിലായി. പിന്നെ ആ സന്യാസി വന്ന് അത്രയ്ക്ക് അത്ഭുതം കാണിക്കണമെന്നുണ്ടെങ്കിൽ അതെന്തായാലും ഒരു മാജിക് ഷോ അല്ല, അതെനിക്ക് ഉറപ്പാണ്. അത് ഞാൻ എൻ്റെ 2 കണ്ണുകൊണ്ട്, ഞാൻ മാത്രമല്ല എൻ്റെ ചിറ്റയും, ഞങ്ങൾ നേരിട്ട് കണ്ടൊരു കാഴ്ചയാണത്. അത് എന്നിനുള്ളിൽ വരുത്തിയൊരു മാറ്റം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. അത് പറയാം, ഞാൻ വരുന്ന ദിവസത്തിൽ പറയാം എന്താണ് സംഭവം എന്നൊക്കെ പറയാം. അതിനുശേഷമാണ് സ്പിരിച്വാലിറ്റിയിലേക്ക് എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. പയ്യെ ഞാൻ യോഗ ക്ലാസ്സിൽ കയറി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി. യോഗ പഠിച്ചു, ധ്യാനം പഠിച്ചു. പയ്യെ അറിയാതെ എൻ്റെ ഉള്ളിലുള്ള ക്യാരക്ടറെ എൻറ്റയർലി മാറി. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറായിരുന്നു, എടുത്തടിച്ച പോലെ വർത്തമാനം പറഞ്ഞ ക്യാരക്ടറായിരുന്നു. പെട്ടെന്ന് അതിൽ നിന്നെല്ലാം മാറി ഉള്ളിലേക്ക് ഒതുങ്ങി ഒരു സോഫ്റ്റ് ഹാർട്ടഡ് ആണെന്ന് പറയില്ലേ. എൻ്റെ സംസാരത്തിൻ്റെ സ്ലാങ്ങിൽ വ്യത്യാസം വന്നു, എൻ്റെ സംസാരത്തിൻ്റെ സ്റ്റൈലിൽ വ്യത്യാസം വന്നു, എൻ്റെ ചിന്തകളാകെ മാറി, എല്ലാം എൻറ്റയർലി മാറി. പയ്യെ ഞാൻ ഭഗവാനെ അറിയാൻ തുടങ്ങി, കൂടുതൽ അടുക്കാൻ തുടങ്ങി. എന്താണ് യൂണിവേഴ്സ്? എന്താണ് യൂണിവേഴ്സൽ പവർ? എന്താണ് ഈ ഡിവൈൻ? പയ്യെ ധ്യാനത്തിലൂടെ എനിക്കത് മനസ്സിലാവാൻ തുടങ്ങി. എന്താണ് സോള്? എന്താണ് സോളിൻ്റെ പർപ്പസ്? എന്തുകൊണ്ടാണ് ഒരു മനുഷ്യനായിട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജന്മം എടുക്കുന്നത്? അതൊക്കെ പയ്യെ എനിക്കത് പല ഗുരുക്കന്മാരിലൂടെയും എൻ്റെ തന്നെ ജീവിതത്തിലൂടെയും എനിക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എൻ്റെ ഉള്ളിലിരുന്ന് എപ്പോഴും ഒരാൾ സംസാരിക്കുന്നത്, ഞാൻ എല്ലാവരോടും ഒട്ടുമിക്ക പേരോടും ഞാൻ പറഞ്ഞു, എൻ്റെ ഉള്ളിൽ ആരും ഉണ്ട്, എൻ്റെ ഉള്ളിൽ ആരും എന്നോട് സംസാരിക്കുന്നുണ്ട്. ഇതാരാണ് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഒരു കൺട്രോളിങ് എല്ലാം ആ ഉള്ളിലുള്ള ആ ഒരു വോയിസിൻ്റെ ആയിരുന്നു. ഈ നിമിഷം വരെ ആ വോയിസ് തന്നെയാണ്, ആ വോയിസിനനുസരിച്ചിട്ടാണ്. അതെൻ്റെ സോളായിരിക്കാം, എനിക്കറിയില്ല. പക്ഷേ ഈ നിമിഷം വരെ ഞാൻ എത്തി നിൽക്കുന്നത് ആ സോളിൻ്റെ ഗൈഡൻസോട് കൂടിയിട്ടാണ്. എൻ്റെ സോളായിരിക്കാം, എൻ്റെ ആത്മാവായിരിക്കാം, അറിയില്ല. അപ്പോൾ എൻ്റെ ആത്മാവിന് ഈ ഭൂമിയിൽ ഈ ജന്മം ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു പർപ്പസ് ഉണ്ടാകും ഇല്ലേ? അത് ചിലപ്പോൾ ടാരോ ആയിരിക്കാം, അല്ലെങ്കിൽ അതിന് വേറെ എന്തെങ്കിലും ആയിരിക്കാം. അത്രയ്ക്കൊന്നും അറിയാനുള്ള ഒരു ദിവ്യശക്തി ജ്ഞാനശക്തിയൊന്നും എനിക്കില്ല. ജസ്റ്റ് ഞാനൊരു ബിഗിനറാണ്.
സ്പിരിച്വാലിറ്റി എന്ന് തന്നെ പറയാൻ അർഹതയുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ചിന്താഗതികളൊക്കെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഞാൻ ആദ്യം തന്നെ മുട്ടയടിച്ചു. എൻ്റെ 35-ാമത്തെ വയസ്സിൽ ഞാൻ മുട്ടയടിച്ചു. എനിക്ക് തോന്നി മുട്ടയടിച്ചു. ഞാൻ വീട്ടിലുള്ളവരോട് പറഞ്ഞു വീട് പണിയിടത്തിന് വേണ്ടി ഞാൻ വഴിപാട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ അവർ സമ്മതിക്കില്ല. മുട്ടയടിച്ചു. തിരിച്ച് വന്നപ്പോഴാണ്, ഞാൻ ആരോടും പറഞ്ഞില്ല കേട്ടോ മുട്ടയടിക്കണത്, എൻ്റെ മക്കളുടെ അടുത്ത് മാത്രം പറഞ്ഞോളൂ. തിരിച്ച് മുട്ടയടിച്ച് വന്നപ്പോഴത്തേക്ക് എല്ലാവരും വണ്ടടിച്ചു എൻ്റെ മുട്ടത്തല കണ്ടപ്പോൾ. അതും എന്നിൽ കുറേ മാറ്റങ്ങൾ വരുത്തി. ഈ ബ്യൂട്ടി കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ സൗന്ദര്യബോധം അതങ്ങോട്ട് മാറിക്കിട്ടി. പയ്യെ ഞാൻ എൻ്റെ ഉള്ളിലുള്ള എന്നെ തിരയാൻ തുടങ്ങി, ഭഗവാനെ തിരയാൻ തുടങ്ങി, യൂണിവേഴ്സൽ പവറിനെ അറിയാൻ തുടങ്ങി, ഫീൽ ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ, നമ്മൾ തന്നെയാണ് ഈശ്വരൻ. പല ഗുരുക്കന്മാരുടെ അടുത്ത് നമ്മൾ പോകും. പല ഗുരുക്കന്മാർ, ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്, ഗുരുക്കന്മാർ പലതും ഉണ്ടാകും. പക്ഷെ പലരും നമ്മുടെ ഉള്ളിലുള്ള ദൈവത്തിനെ അവരറിയിച്ച് മനസ്സിലാക്കി തരില്ല. അത് നമ്മുടെ ഉള്ളിലല്ല ഇരിക്കുന്നത്. അവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി തരാൻ പറ്റുക? അവർ വന്ന വഴികളും അവർ കണ്ട കാഴ്ചകളും അവർ പോയ വഴികളും എല്ലാം അവർക്ക് മാത്രമേ അറിയുള്ളൂ, ഇല്ലേ? അവർ പോയ വഴി കൂടി പറയുമ്പോൾ അത് വിശ്വസിച്ച് ആ വഴി കൂടി പോകുന്ന നമ്മൾ മണ്ടന്മാരല്ലേ? നമ്മുടെ ഉള്ളിലും ഈ അനുഭവങ്ങൾ വേണ്ടേ? അത് അപ്പോഴല്ലേ അതിനെ അറിവിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക. അവർ പറയുന്നത് അവരുടെ എക്സ്പീരിയൻസ് ആണ്, അവരുടെ അനുഭവങ്ങളാണ്, അല്ലേ? ആ അനുഭവത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അറിവ് എങ്ങനെ കിട്ടും? അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്കും ഈ അനുഭവങ്ങളിൽ കൂടി തന്നെ പോകണം. അനുഭവം മാത്രം നമ്മൾ തലയിൽ കയറ്റി അത് മനസ്സിൽ ചിന്തിച്ചിട്ട് അതിൽ വിശ്വസിച്ചാൽ അതൊരു വിശ്വാസം മാത്രമല്ലോ, അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷെ അറിവ് എന്ന് പറയുന്നത് ആ സോളിന് കിട്ടുന്ന ഒരറിവാണ്, അത് ലൈഫ് ലോങ് ഉണ്ടാകും. ഞാൻ പറയാൻ വന്നത് ഇതാണ്, എന്നെപ്പറ്റി, ഞാൻ ആരാണ്, എന്താണ്. അപ്പോൾ ഇത് ഒരു ലോങ് വീഡിയോ ആവാനാണ് സാധ്യത. പിന്നെ പയ്യെ സ്പിരിച്വാലിറ്റി പോയപ്പോൾ ഞാൻ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്നിലേക്ക് വരാൻ തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പാട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു പ്ലേ ബാക്ക് സിംഗർ ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. എങ്ങനെയോ എന്തോ ഒരു ദൈവാനുഗ്രഹത്തിന് എനിക്ക് ഫിലിം ഫീൽഡിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, അതിൽ വർക്ക് ചെയ്യാൻ പറ്റി. പക്ഷേ എൻ്റെ ഉള്ളിലിരുന്ന്, ഞാൻ പറയാറുണ്ടല്ലോ, എൻ്റെ ഉള്ളിൽ എന്നോട് സംസാരിക്കുന്ന ആരോ അത് പറയാണ്, വേണ്ട, ഈ ഭൗതികമായ ലോകത്തിൽ ജീവിച്ച് അതിൽ മായയിൽ പെട്ട ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സ്പിരിച്വാലിറ്റി, ഈ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ എന്നിൽ നിന്ന് പയ്യെ പോകും എന്ന് വെച്ച് ഭൗതികമായിട്ടുള്ള ജീവിതം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, അതും വേണം. പക്ഷെ എൻ്റെ സോളിന് ഈ പർപ്പസ് വന്നത് ഇതൊന്നും അനുഭവിക്കാനല്ല. അതുകൊണ്ടല്ലേ ഞാൻ എപ്പോഴും പറയുന്നത്, ടാരോ എന്നുള്ളത് എനിക്ക് യൂണിവേഴ്സൽ ഒരു പവർ ടൂൾ മാത്രമാണത്. അതിന് നിങ്ങളെ നല്ല ഗൈഡൻസിൽ നല്ല രീതിയിൽ നയിക്കാനാണ് എൻ്റെ ആഗ്രഹം. കാരണം പലരുടെ കയ്യിലും ഇപ്പോൾ ടാരോ വെക്കുന്നത് ഒരു മിസ്യൂസ് ചെയ്യുകയാണ് അവർ. എനിക്ക് അവരൊന്നും കുറ്റം പറയാൻ പറ്റില്ല, എനിക്ക് എല്ലാവരെയും നന്നാക്കാനും പറ്റില്ല, എനിക്ക് അവർക്ക് നേരെ ചൂണ്ടുവിരൽ നീട്ടാനും പറ്റില്ല. കാരണം ഞാൻ അവരുടെ ചൂണ്ടുവിരൽ നീട്ടുമ്പോൾ ബാക്കി 4 വിരലും അത് എൻ്റെ നേർക്കാണ്, അല്ലേ? ഞാനത്ര പെർഫെക്റ്റ് ആവണ്ടേ? ഞാൻ പെർഫെക്റ്റ് അല്ല, ഞാൻ പ്യൂരിഫൈഡും അല്ല, ഞാനും ഒരു ബിഗിനർ തന്നെയാണ് സ്പിരിച്വാലിറ്റിയിൽ. പക്ഷേ അവരിൽ നിന്നും കുറച്ച് വ്യത്യസ്തമാണ്, എൻ്റെ ചിന്താഗതികൾ വ്യത്യസ്തമാണ്. അവരെ പോലെ എനിക്കെന്തോ ചിന്തിക്കാൻ പറ്റുന്നില്ല. അവരുടെ ആ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്ന് എനിക്കെന്തോ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട്? എനിക്കൊരു ചാനലുണ്ടായിരുന്നു, അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം ഞാൻ ഒന്നും ചെയ്യാണ്ട്, ഞാൻ പറഞ്ഞില്ല, ഈ സ്പിരിച്വാലിറ്റി തലയ്ക്ക് കയറിയപ്പോഴത്തേക്കും എന്തിനാ ഇത് വെറുതെ, എന്ത് കാര്യത്തിന്? എൻ്റെ ഉള്ളിലുള്ള എന്നെ തിരിച്ചറിയാനാണ് ഇനി എൻ്റെ ലക്ഷ്യം. പിന്നെ എന്തിനാണ് എൻ്റെ ഇതൊക്കെ ഞാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിസിറ്റി ചെയ്ത്? വേണ്ട, എല്ലാത്തിൽ നിന്നും ഒതുങ്ങിപ്പോവാമെന്ന് വിചാരിച്ചിട്ട് നിന്ന്. പക്ഷേ ടാരോ, എൻ്റെ ഗുരുനാഥ എന്നോട് പറയാറുണ്ട്, ടാരോയെ നിങ്ങൾ തേടിപ്പോവരുത്, ടാരോ നിങ്ങളെ തേടി വരണം. അങ്ങനെ തേടി വന്നതാണ് ടാരോ എൻ്റെ കയ്യിൽ. എന്തോ എൻ്റെ ഗുരുനാഥയുടെ അനുഗ്രഹം, എൻ്റെ ഗുരുനാഥയുടെ അനുഗ്രഹം, അമ്മയുടെ ഉപാസനാമൂർത്തിയുടെയും ഞാൻ പ്രാർത്ഥിക്കുന്ന ഭഗവതിയുടെയും ഭഗവാന്മാരുടെയും കണ്ണൻ്റെയും ഞാൻ പരിചയപ്പെട്ട നല്ല മഹത് വ്യക്തികളുടെയും ഒക്കെ അനുഗ്രഹത്തിൽ, ആഞ്ജനേയ സ്വാമിയുടെയും എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്കെന്തോ ടാരോയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. കുറച്ച് പേർക്കെങ്കിലും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുദിച്ചു. പിന്നെ വിചാരിച്ചു, യൂട്യൂബാണ് അതിനുള്ളൊരു പോം വഴി. എനിക്ക് എത്ര പേർക്ക്, എൻ്റെ വീട്ടിൽ നിൽക്കുന്ന എത്ര പേർക്ക് എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും? പരിചയമുള്ളവർക്ക് മാത്രമേ വരുള്ളൂ, ഇല്ലേ? യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറയണ പോലെ കാലത്തിനനുസരിച്ചിട്ട് നമ്മളും ഓടണം. യൂട്യൂബാണ് അതിന് ഏറ്റവും വലിയൊരു നല്ലൊരു പ്ലാറ്റ്ഫോം, 10 പേരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം.
അങ്ങനെയാണ് ഞാനിതിലെത്തിപ്പെട്ടത്. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ എന്നത് വലിയൊരു ലോങ് വീഡിയോ ആയി പോകും. ബാക്കി വഴിയേ പറയും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ചിരിച്ചിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. നാളെ കാണാം കേട്ടോ.